ഓക്കെ, അപ്പം റെഡ്മിയുടെ കെ സീരീസിലേക്ക്, അതായത് ഈ കെ സീരീസ് എന്ന് പറയുന്ന ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണാണ് വരുന്നത്. അപ്പം ഈ ഒരു മോഡലിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സീരീസിലേക്ക് അവരുടെ നെക്സ്റ്റ് സ്മാർട്ട് ഫോൺ വരാൻ പോകണം, അതായത് റെഡ്മി K60 എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഇതിന് നമുക്ക് 3 വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്, അതായത് 3 മോഡൽസ് അവൈലബിൾ ആണെന്ന് ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മോഡലിൻ്റെ ലോഞ്ച് ഇവൻറ്റും കാര്യങ്ങളും ഈ ഒരു മാസം, അതായത് ഡിസംബറിൽ തന്നെ ആയിരിക്കും ലോഞ്ച് ഇവൻറ്റ് കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതും നമുക്ക് ഇപ്പോൾ കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു K60ൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു 3 വേരിയൻറ്റിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ചിപ്സെറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ ഡിസ്പ്ലേ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ ക്യാമറ സെറ്റപ്പ് കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മോഡലിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബേസ് മോഡൽ എന്ന് പറയുന്നത് K60 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതുപോലെ K60 Pro ഉണ്ട്. പിന്നുള്ളതെന്ന് പറയുന്നത് K60E എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമുക്ക് 3 മോഡൽസാണ് ഈ ഒരു K60യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ട്വിറ്ററിലൂടെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു 3 മോഡൽസിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ചിപ്സെറ്റാണ് വരാൻ പോകുന്നത്. K60യിൽ വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന് പറയുന്ന മോഡലാണ്. അതുപോലെ K60 Proയിൽ വരുന്നതെന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന് പറയുന്ന മോഡലാണ്. അതുപോലെ K60Eയിൽ വരാൻ പോകുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 9200 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. അപ്പോൾ ഈ ഒരു 3 ചിപ്സെറ്റുകളായിരിക്കും ഈ ഒരു K60 സീരീസിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കകത്ത് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ നമുക്ക് 6.67 ഇഞ്ചിൻ്റെ 2K ഡിസ്പ്ലേ ആണ് വരുന്നത്, റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് 120 Hz ആണ് മാക്സിമം റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു മാസീവായിട്ടുള്ള ബാറ്ററി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്, അതായത് 5500 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ നമുക്ക് 67 watt ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടറാണ്. അതുപോലെ നമുക്ക് 30 watt വയർലെസ് ഫാസ്റ്റ് ചാർജിങ് ഇതിനകത്ത് സപ്പോർട്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 12 GB ആണ് നമുക്ക് ഇതിൻ്റെ റാം വേരിയൻറ്റ് വരുന്നത്. അതുപോലെ നമുക്ക് 128 GB ആണ് ബേസ് മോഡൽ സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നത്. അതുപോലെ 256 GB ആണ് ഇതിൻ്റെ ഹൈ ലെവലായിട്ടുള്ള സ്റ്റോറേജ് വേരിയൻറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പെർഫോമൻസ് സൈഡ് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം റൂമറായിട്ട് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 64 MB മെയിൻ ക്യാമറയാണ് വരാൻ പോകുന്നത്. അതുപോലെ സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് നമുക്കിനകത്ത് 8 MB അൾട്രാ വൈഡ് ക്യാമറ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 MB മാക്രോ ക്യാമറ ആയിരിക്കും വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരുന്നത്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് 60 MB ഒരു സെൽഫി ഷൂട്ടർ ഉണ്ടാവും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അത്ര കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ കൂടി ഈ ഒരു രീതിയിലാണ് നമുക്കിപ്പം ഇതിൻ്റെ റൂമറായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു K60 സീരീസിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ഇനി അഥവാ ചേഞ്ച് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ആ ഒരു ക്യാമറ സെറ്റപ്പിൽ എന്തെങ്കിലും മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ K60Eയുടെ ആ ഒരു ചിപ്സെറ്റിൽ ചെറിയൊരു ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ചിലപ്പം മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 9200 അതല്ലെങ്കിൽ 8200 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റ് ആയിരിക്കും എന്നുള്ളതും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അത്ര കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. എങ്കിൽ കൂടി മറ്റ് 2 ചിപ്സെറ്റുകൾ ഏകദേശം സ്നാപ്ഡ്രാഗൺ തന്നെ ആയിരിക്കും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഇനി എന്തെങ്കിലും ഫ്യൂച്ചർ അപ്ഡേറ്റ് കാര്യങ്ങളുണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ലോഞ്ച് വരുന്ന സമയത്ത് ഒരു വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.